നമസ്കാരം. മദ്യനയം പൊളിച്ചെഴുതി പിണറായി സർക്കാർ. 3 സ്റ്റാർ മുതൽ മുകളിലേക്ക് മദ്യമിനി നുരകുത്തി ഒഴുകും. അപ്രായോഗികമായതുകൊണ്ടാണ് പൊളിച്ചെടുക്കലെന്ന് പിണറായി പറയുന്നു. നിരോധനം എവിടെയും വിജയിച്ചിട്ടില്ലെന്നും വിജയൻ വ്യക്തമാക്കുന്നു. വർജനം വിജയിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അക്കാര്യത്തെപ്പറ്റി ആരും ഉരിയാടിയില്ല. ലഹരിമരുന്ന് വിഹരിക്കുന്നെന്നാണ് സർക്കാരിൻ്റെ കണക്കെടുപ്പ്. വ്യാജമദ്യവും വിറ്റഴിയുന്നു. പണമങ്ങനെ കണ്ടവർ കൊണ്ടുപോകേണ്ട, സ്വന്തം പോക്കറ്റിലേക്ക് തന്നെ പോന്നോട്ടെ എന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ പിണറായി സർക്കാർ? മറുവഴി തേടുന്ന മദ്യപന്മാരെ മദ്യശാലയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ തുണ പോവുകയാണിനി ഇടതു സർക്കാർ. നിങ്ങൾ കേരളത്തെ മദ്യാലയമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അതുകൊണ്ടാണ്. വ്യാജമദ്യ ദുരന്തം ചൂണ്ടിക്കാട്ടാൻ ഉമ്മൻചാണ്ടിയും വെല്ലുവിളിച്ചു. ആന്റണിയാണ് അല്പം കൂടി കടത്തി പറഞ്ഞത്. ഇടതിൻ്റേത് ചതിയാണ്, വഞ്ചനയാണ്, വാഗ്ദാന ലംഘനമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ബാറുടമകളുമായി ഉടമ്പടി ഒപ്പുവെച്ചെന്ന ആരോപണം തെളിഞ്ഞെന്നാണ് ആന്റണി അങ്ങനെ അടിവരയിട്ടത്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനോ ഭരണമുന്നണി മുതിരുന്നത് എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഇടതു സർക്കാരിന്റെ മദ്യനയം കേരളത്തെ മദ്യാലയമാക്കുമോ? 2. മദ്യനിരോധനം അപ്രായോഗികമെന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ? 3. പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്ന് യെച്ചൂരി പറഞ്ഞത് പിണറായി സർക്കാർ കാറ്റിൽ പറത്തിയോ? 4. മയക്കുമരുന്നും വ്യാജമദ്യവും ഒഴുകുന്നത് തടയേണ്ടവർ മദ്യമൊഴുക്കി വേണോ മറുവഴി തേടേണ്ടത്? 5. പുരോഹിതന്മാരുടെ നിലപാടിനെ മാനിക്കുന്നെന്ന് പറഞ്ഞത് സഭയെ അനുനയിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രമോ? 6. പുതിയ മദ്യനയം പുറത്തു വന്നതോടെ ആന്റണി പറഞ്ഞ അണിയറ രഹസ്യം അങ്ങാടി പാട്ടായോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ഭരണം ബാറുകാർക്ക് വേണ്ടിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സമിതി അംഗം കെ വരദരാജൻ, കോൺഗ്രസിന്റെ വക്താവും മുൻ എക്സൈസ് മന്ത്രിയുമായ പന്തളം സുധാകരൻ, BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്, ബാറുടമ V സുനിൽകുമാർ, KCBC മദ്യവിരുദ്ധ സമിതിയുടെ മുൻ സെക്രട്ടറി ഫാദർ TJ ആന്റണി എന്നിവർ. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിടവേള.